ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നിമ്ന വിജയ്. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെന്റെ നിസ്സഹായതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം. അതിഥി 28/11/2017. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ട്രെയിൻ നമ്പർ 16528 കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന കണ്ണൂർ യശ്വന്ത്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് അല്പസമയത്തിനകം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും അറ്റത്തിട്ട തുരുമ്പിച്ച ബെഞ്ചിന് മുകളിൽ തന്റെ ട്രാവലർ ബാഗും സൂട്ട് കേസും കയറ്റിവെച്ച് ഒരറ്റത്ത് കുനിഞ്ഞിരുന്ന് ഫേസ്ബുക്കിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്ന അതിഥി അനൗൺസ്മെന്റ് കേട്ടതും ഫോൺ സൈഡ് ബാഗിലിട്ട് എഴുന്നേറ്റു. നാട്ടുകാരുടെ കല്യാണ ഫോട്ടോയും മീശപ്പുലിമലയിലെ മഞ്ഞ് പെയ്യുന്ന വീഡിയോയും പൊളിറ്റിക്കൽ അടിപിടിയും ചിക്കൻ നിർത്തിപ്പൊരിച്ച റെസിപ്പിയുമൊന്നും അറിയാനും കാണാനും താല്പര്യമില്ലെങ്കിലും ആളുകളുമായുള്ള സമ്പർക്കവും സംസാരവും ചിലപ്പോഴേക്കുള്ള ഒറ്റപ്പെടലും ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കണ്ണൂരുള്ളവരെല്ലാം ബാംഗ്ലൂരിലേക്ക് കുടിയേറിക്കഴിഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന വിധം തിരക്കാണ് സ്റ്റേഷനിൽ. 7:30 ട്രെയിൻ പിടിക്കാൻ 6 മണിക്ക് സ്റ്റേഷനിൽ എത്തിയതുകൊണ്ടും AC കമ്പാർട്ട്മെന്റ് ഏറ്റവും അറ്റത്തായതുകൊണ്ടും ഇത്രയും നേരം ഇരിക്കാൻ ബെഞ്ച് കിട്ടി. സ്റ്റേഷനിൽ ആൾക്കാർക്ക് കാലുകുത്താൻ സ്ഥലമില്ലാത്തപ്പോഴും ബെഞ്ചിൽ 4-5 ബാഗ് കയറ്റി ചുറ്റുമുള്ള ഒന്നും കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്ന അവനവനോട് മാത്രം അനുകമ്പയുള്ള യാത്രക്കാരെക്കുറിച്ച് നീയൊരു റിപ്പോർട്ട് എഴുതണമെന്ന് പണ്ട് ജേർണലിസം പഠനകാലത്ത് കോളേജിലേക്കുള്ള ട്രെയിൻ കാത്തു നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. അന്ന് വലിയ കാര്യത്തിൽ അതിനൊക്കെ തലയാട്ടിയെങ്കിലും ഇപ്പോഴിതാ അച്ഛൻ്റെ കണ്ണിലെ ആ യാത്രക്കാരിൽ ഒരാളായി താനും മാറിയതോർത്ത് അവൾക്ക് വിഷമം തോന്നി. പക്ഷെ സാരമില്ല, അച്ഛൻ ഇതൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലല്ലാതെ ജീവിതത്തിൽ നല്ല കുട്ടികളാവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ട്രാവലർ ബാഗ് തോളിലിട്ട് ചെറുതായി തേഞ്ഞു തുടങ്ങിയ നീല സൂട്ട് കേസിന്റെ ചക്രങ്ങൾ നിലത്തുരിച്ച് മുന്നോട്ട് നടന്നു. കയറേണ്ട ബോഗിയും സീറ്റ് നമ്പറുമെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടെ ഉറപ്പിക്കാനായി അവൾ ബാഗിൽ നിന്നും ഫോണെടുത്ത് ടിക്കറ്റ് പരിശോധിച്ചു. പ്ലാറ്റ്ഫോമിന് മുന്നിലെ ബോർഡിൽ കോച്ച് പൊസിഷൻ 18 എന്നെഴുതിയാലും ട്രെയിൻ കൃത്യമായി അവിടെ വന്ന് നിൽക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ ബാഗ് വലിച്ച് അല്പം മുന്നോട്ട് നടന്നു. യാത്ര പോകുമ്പോൾ ജീൻസും ടീഷർട്ടും തന്നെയാണ് അവൾ സ്ഥിരമായി ഇടാറുള്ളത്. സത്യത്തിൽ അതിനേക്കാൾ കംഫർട്ടായ എന്തെങ്കിലും വസ്ത്രം സ്ത്രീകൾക്ക് വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഫ്ലൈറ്റിലെയും ട്രെയിനിലെയും AC റിസർവ് ചെയ്ത സീറ്റുകളിൽ ആരും വന്നിരിക്കില്ല എന്നറിയാമെങ്കിലും കയറാൻ നേരം മലയാളികൾക്ക് എന്തോ ഒരു വ്യഗ്രതയാണ്. പതിയെ കയറാമെന്നൊക്കെ എത്ര മനസ്സിൽ കരുതിയാലും ആദ്യം വണ്ടിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ലോവർ ബർത്ത് ആയതുകൊണ്ട് താഴെ അഴിച്ചിട്ട ചെരുപ്പ് കാണാതാകുമോ എന്ന പേടി വേണ്ട. അതുപോലെ ഏന്തിവലിഞ്ഞ് മുകളിൽ കയറേണ്ട എന്നതും ഒരു അനുഗ്രഹമാണ്. പക്ഷേ രാവിലെ മേലെയുള്ള ബർത്തിലെ ആൾ എണീക്കാതെ നടുനിവർത്തി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരേയൊരു പ്രശ്നം. ബാഗുകൾ സീറ്റിനടിയിൽ വെച്ച് അതിഥി ഫോണും ഹെഡ്സെറ്റും വായിച്ചു തീരാറായ അഷിതയുടെ ബുക്കും കയ്യിലെടുത്തു. പാതി അടഞ്ഞുകിടന്ന വിൻഡോ തുറന്ന് സീറ്റിലിരുന്നു. ട്രെയിൻ പതിയെ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾക്ക് അച്ഛന് ഓർമ്മ വന്നു. ഡിഗ്രി കാലം മുതൽ എപ്പോഴും കോളേജിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ രാവിലെ അച്ഛൻ കൂടെ വരും. ട്രെയിൻ എടുക്കാൻ നേരം പോക്കറ്റിൽ നിന്ന് ചുരുട്ടിയ 100 രൂപ നോട്ടുകൾ കയ്യിൽ വെച്ച് കണ്ണിൽ നിന്നകലുന്നതുവരെ കൈവീശുന്ന അച്ഛനെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. അവരറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണു നിറയും. ജോലിക്ക് വേണ്ടി ആയതുകൊണ്ടാകും ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ ആരും വന്നില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലമായതുകൊണ്ടാകാം മറ്റു നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പതിവ് ഉപദേശങ്ങളോടൊപ്പം ഭക്ഷണവും വെള്ളവും പാക്ക് ചെയ്ത് വീട്ടുകാർ ഉത്തരവാദിത്തം ഒഴിഞ്ഞു. അല്ലെങ്കിലും ഇത് തന്നെയാണ് നല്ലത്. ഇഷ്ടമുള്ളവരെ എപ്പോഴും ഒരുപാട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. വിൻഡോയിൽ കയ്യൂന്നി അതിഥി കമ്പാർട്ട്മെന്റിലൂടെ കണ്ണോടിച്ചു. ഇന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്യേണ്ടത് ഇവർക്കൊപ്പമാണ്. സ്ത്രീകൾ ആരെങ്കിലും ഒപ്പമുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. സമാധാനമായി. കണ്ണടയ്ക്കണമെങ്കിൽ ആ ഒരു ഉറപ്പ് വേണം. ആണുങ്ങൾക്ക് ഈ നാട്ടിൽ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ലെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് അറിയണ്ടല്ലോ. ഒരു പെൺകുട്ടിക്ക് രാത്രി ട്രെയിനിൽ സ്വസ്ഥമായി യാത്ര ചെയ്യണമെങ്കിൽ അടുത്തെവിടെയെങ്കിലും ഒരു സ്ത്രീ കൂടിയുണ്ടെന്ന് ഉറപ്പ് വേണമെന്ന്. ഒരു ഫാമിലിയും കൂടെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയുമാണ് മുന്നിലെ ബർത്തിലിരിക്കുന്നത്. സൈഡിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കാര്യമായി പണിയെടുക്കുന്ന IT പ്രൊഫഷണൽ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു ചേട്ടനും
മുകളിലെ ബർത്തിൽ മുഖത്തരാതെ ഏതാണ്ട് മുഴുവൻ സമയവും ഉറങ്ങുന്ന ഒരമ്മാവനുമാണ് കമ്പാർട്ട്മെന്റിലെ മറ്റ് സഹയാത്രികർ. അല്ലെങ്കിൽ ഗിറ്റാർ പിടിച്ച് ട്രെയിനിൽ കയറി പാട്ടുപാടുന്ന വാരണം 1000-ലെ സൂര്യയെയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ചുള്ളൻ പയ്യന്മാരെയും സിനിമയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഈ കൊച്ചൊന്ന് കരയാതിരുന്നെങ്കിൽ കയ്യിലിരിക്കുന്ന പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാമായിരുന്നു. മുഖം കനപ്പിച്ച് അവൾ പുസ്തകം മടക്കി വെച്ചപ്പോഴേക്കും ഫോണിൽ അമ്മയുടെ വിളിയെത്തി. തൊട്ടടുത്തുള്ള യാത്രക്കാരുടെ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. കൂടെ സ്ത്രീകളുണ്ടെന്ന് വെച്ച് ബോധം കെട്ടിറങ്ങരുതെന്ന ഉപദേശവും നൽകി അമ്മ ഫോൺ വെച്ചു. രണ്ടാമത്തെ ജോലിക്കുള്ള യാത്രയാണിത്. 1 വർഷം പോലും തികയ്ക്കാതെ ആദ്യത്തെ ജോലി ഉപേക്ഷിച്ചാൽ കരിയറിൽ വലിയ ബ്ലാക്ക് മാർക്കാവുമെന്നൊക്കെ പലരും ഉപദേശിച്ചിരുന്നു. എന്നാൽ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് പുതിയ ജോബ് ഓഫറിലെ വലിയ അക്കങ്ങൾ കണ്ടതും ഡൽഹിയിൽ നിന്നും ബാഗ് പാക്ക് ചെയ്തിറങ്ങിയതാണ്. പുതിയ കമ്പനിയിലെ ജോലി എന്താണെന്നോ അവിടുത്തെ ജീവിതം എങ്ങനെ ആകുമെന്നോ എന്നൊന്നും ഒരു പിടിയുമില്ല. ഡൽഹി പോലുള്ള ഒരു സിറ്റിയിൽ 16,000 രൂപ കൊണ്ട് 1 മാസം തള്ളി നീക്കുക എളുപ്പമല്ലെന്ന തിരിച്ചറിവ് കുറച്ചു കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 9 മണിയായപ്പോഴേക്കും ട്രെയിനിൽ ഭക്ഷണത്തിൻ്റെ മണം അടിച്ചു തുടങ്ങി. വീട്ടിൽ വെക്കുമ്പോൾ ഈ ചോറും കറിയുമൊന്നും തിരിഞ്ഞു നോക്കില്ലെങ്കിൽ പോലും പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞു കിട്ടി ഒരു ചമ്മന്തിയും ചോറും തന്നാൽ പോലും അതിന് ഒടുക്കത്തെ രുചിയാണ്. പക്ഷേ രാത്രി ചോറ് കഴിക്കുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഡബ്ബയിൽ അമ്മ തന്നുവിട്ട ഉപ്പുമാവ് പകുതി കഴിച്ചു. വല്ലതും കുത്തിക്കുറിക്കാൻ ഡയറി കയ്യിലെടുത്തപ്പോഴേക്കും എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറക്കം തുടങ്ങി. 5 മണിക്കാണ് ട്രെയിൻ ബാംഗ്ലൂർ എത്തുന്നത്. അവിടെ പിക്ക് ചെയ്യാൻ അച്ഛൻ്റെ ബന്ധു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4:30-ന് അലാറം വെച്ച് ഫോണും പഴ്സുമുള്ള ബാഗ് നെഞ്ചോടടുക്കി പിടിച്ച് ട്രെയിനിൻ്റെ താളം ആസ്വദിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ നസ്രിയുടെയും ദുൽഖറിൻ്റെയും നിവിൻ പോളിയുടെയും ബാംഗ്ലൂർ ആ സിനിമയ്ക്ക് ശേഷമാണോ എന്നറിയില്ല. ബാംഗ്ലൂർ മലയാളികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും നഗരമാണ്. ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായി പുലർച്ചെ 6 മണിയോടെയാണ് സ്റ്റേഷനിലെത്തിയത്. പുറത്തെ ഗേറ്റിന് മുൻപിൽ കാത്തുനിന്നാൽ മതിയെന്ന അങ്കിളുടെ നിർദ്ദേശമനുസരിച്ച് അവൾ ലഗേജുമെടുത്ത് പുറത്തേക്ക് നടന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പതിവ് കാഴ്ച പോലെ പുറത്തിറങ്ങുന്ന ഓരോ യാത്രക്കാർക്ക് പിറകെയും ഓട്ടോ വേണോ എന്ന് ചോദിച്ച് ഒരു ഡ്രൈവേഴ്സ് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാനായി വന്ന കാറുകളും ബൈക്കുകളുമായി മെയിൻ റോഡിൽ ചെറിയ ബ്ലോക്ക് വന്നു തുടങ്ങി. ട്രെയിനിൽ നിന്നിറങ്ങിയ പകുതി പേരും കേരളത്തിൽ നിന്നും അവളെപ്പോലെ ജോലിക്കായോ പഠിക്കാനോ വന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഇത്രയും പയ്യന്മാർ ഈ ട്രെയിനിൽ ഉണ്ടായിട്ടും എന്താണ് ഒറ്റൊരെണ്ണം പോലും തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെ പോയതെന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും അങ്കിൾ കാർ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഹോണടിച്ചു. ഹേയ് അമ്മോ, ബാംഗ്ലൂർ വന്നിട്ട് ആദ്യ ദിവസം തന്നെ കന്നഡയിൽ തെറി കേൾക്കേണ്ടെങ്കിൽ വേഗം കയറിക്കോ, പിറകേന്ന് ഇപ്പോൾ ഹോണടി തുടങ്ങും. ദാസ് അങ്കിൾ കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗുകൾ കയറ്റുന്നതിനിടെ തമാശയായി പറഞ്ഞു. അല്ലെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ പുറത്തു വിളിക്കുന്ന ഫാഷൻ പേരുകളൊന്നും പിടിയുണ്ടാവാൻ വഴിയില്ലല്ലോ. ഫോണിൽ വിളിച്ചപ്പോഴും ആൻറ്റിയും അങ്കിളും അമ്മു എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഫോണിലൂടെ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഇവരെ ആരെയും അവൾ നേരിട്ട് കണ്ടിട്ടില്ല. പണ്ടൊരിക്കൽ വീട്ടിലെ ആൽബത്തിൽ ഇവരുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും ഭംഗിയുള്ള ആൻറ്റി എന്താണ് അങ്കിളിനെ കെട്ടിയതെന്നോർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്കിളിന് ബാംഗ്ലൂർ വലിയ ബിസിനസ്സാണെന്നും അവനിപ്പോൾ ഉള്ളതൊക്കെ ചെറിയ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെയുള്ള അച്ഛമ്മയുടെ അഭിമാന കഥ കേട്ടപ്പോൾ ചിലപ്പോൾ കാശു കണ്ട് കെട്ടിയതാകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ലുക്കിലല്ല കാര്യമിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ജനിച്ച അന്നു മുതൽ ബോഡി ഷേമിംഗ് കേട്ട് വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ ഇടയില്ലല്ലോ. ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബന്ധുവാണ് ദാസും കുടുംബവും അവിടെയാണല്ലോ, അവരെ ഒന്ന് വിളിക്ക് എന്ന് അച്ഛനെ ഓർമ്മിപ്പിച്ചത്. പിന്നെ കുട്ടികളെ മറ്റൊരു നാട്ടിൽ വിടുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടി കൂടിയായിരിക്കുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്ന അമ്മയുടെ അഭിപ്രായം കൂടിയായപ്പോഴേക്കും ദാസ് അങ്കിൾ ബാംഗ്ലൂരിലെ അവളുടെ ലോക്കൽ ഗാർഡിയനായി. അവരുടെ കൂടെ ഫ്ലാറ്റിൽ നിന്നാൽ മതിയെന്ന ഓഫർ മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് തോന്നി. കുടുംബവുമായി എന്തെങ്കിലും കണക്ഷനിൽ പെട്ടാൽ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ശ്വാസം വിടാൻ പോലും അനുവാദം ചോദിക്കേണ്ടി വരും. ഓഫീസിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസം ശരിയാക്കി. ഇവരുടെ വീടുമായി വലിയ ദൂരവ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കുടുംബത്തിലൊന്നും പോയാൽ മര്യാദയ്ക്ക് നിൽക്കാൻ അവൾ ഇനിയും പഠിച്ചിട്ടില്ലെന്ന അമ്മയുടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ടും ഹോസ്റ്റൽ തീരുമാനം എളുപ്പമായി. രാത്രി ഉറക്കമൊക്കെ കിട്ടിയോ? യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്കിൾ ചോദിച്ചു. ഇല്ല, കുറച്ച് ലേറ്റായത് ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്കിൾ ഇത്ര നേരത്തെ ബുദ്ധിമുട്ടി വണ്ടിയെടുത്ത് വരേണ്ടതില്ലായിരുന്നു. ലൊക്കേഷൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നേനെ. അവളും ഔപചാരികത കൈവിട്ടില്ല. അയ്യേ, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഷാലുവിനെ പോലെ തന്നെയല്ലേ നീയും? നിനക്ക് ഞങ്ങളൊക്കെ സ്വന്തമല്ലേ? ഇതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്കാർ ഒന്ന് കൂടണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി പരസ്പരം തോന്നും. അങ്കിളിൻ്റെ ഒരേയൊരു മോളാണ് ഷാലു. ഇപ്പോൾ +1 പഠിക്കുന്നു. വീട് വിട്ട് പുതിയൊരു നഗരത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ഒറ്റപ്പെടൽ തോന്നേണ്ടെന്ന് കരുതിയാവും ഫ്ലാറ്റ് എത്തുന്നതുവരെ അങ്കിൾ കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു.
ഓരോ ബ്ലോക്കിലും ആ സംസാരം ബാംഗ്ലൂർ നഗരത്തിന്റെ ട്രാഫിക് ബ്ലോക്കിലേക്കും നീണ്ടു. ബാംഗ്ലൂർ ഉണർന്നു വരുന്നതേയുള്ളൂ. ദേ ആ വഴിയാണ് HSR ലേഔട്ടും നിന്റെ ഓഫീസുമെല്ലാം. ഹോസ്റ്റലിൽ നിന്ന് ഒരു റിക്ഷ പിടിച്ചാൽ മതി. പിന്നെ രാവിലത്തെ ഇവിടുത്തെ ട്രാഫിക് അനുസരിച്ച് 1 മണിക്കൂർ മുൻപേ ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം. റോഡിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിയുന്നതിന് മുമ്പേ നേരെയുള്ള റോഡ് ചൂണ്ടിക്കാട്ടി അങ്കിൾ പറഞ്ഞു. അടുത്തിടെ പെയിന്റ് അടിച്ച് മിനുക്കിയെന്ന് തോന്നിക്കുന്ന ഒരു 8 നില ബിൽഡിങ്ങിന്റെ മുൻപിൽ അങ്കിൾ വണ്ടി നിർത്തി. ചൂട് ഇഡലിയും സാമ്പാറും ഒരുക്കി 3-ാം നിലയിലെ 6B ഫ്ലാറ്റിൽ ആൻറ്റി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞായറാഴ്ചയായതിനാൽ ശാലു രാവിലെ ട്യൂഷന് പോയി. 2 മുറികളും ചെറിയ ഡൈനിങ് ഹാളും അടുക്കളയുമായി ഒരു ചെറിയ ഫ്ലാറ്റ്. ഡൈനിങ് ഹാളിന്റെ നേരെ വലതുവശത്താണ് ബാൽക്കണി. വലിയൊരു കറിവേപ്പില ചെടിയും ആൻറ്റിയുടെ ചെറിയ പച്ചക്കറി കൃഷിയുമൊക്കെയായി ബാൽക്കണി സമൃദ്ധമാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തുള്ള ഫ്ലാറ്റുകളുടെ എല്ലാം ഉൾവശം നന്നായി കാണാം. നേരെ മുന്നിലുള്ള ഒരു ഫ്ലാറ്റിൽ ആൾതാമസമൊന്നുമില്ലെന്ന് തോന്നുന്നു. അതിനടുത്തുള്ള ഫ്ലാറ്റിലെ അയലിൽ ഉണക്കാനിട്ട തുണി കണ്ടാൽ തന്നെ താമസക്കാർ ബാച്ചിലേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. എൻ്റെ കറിവേപ്പില ചെടി ഒന്നും ചവിട്ടല്ലേ? പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അവളോട് കയ്യിൽ ഒരു പാത്രത്തിൽ മുറിച്ചുവെച്ച പഴുത്ത മാങ്ങയുമായി ഹാളിലേക്ക് നടന്നു വരുന്നതിനിടെ ആൻറ്റി വിളിച്ചു പറഞ്ഞു. അയ്യോ ഇല്ല, ഞാനത് കണ്ടായിരുന്നു. ആൻറ്റിക്ക് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കാട്ടിക്കൂട്ടുന്നതാ. അവർ രണ്ടാളും പോയാൽ പിന്നെ എനിക്കിവിടെ വേറെ പണി വേണ്ടേ? ആൻറ്റി B.Ed എല്ലാം കഴിഞ്ഞതാണല്ലോ. അമ്മ പറഞ്ഞ് ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഇല്ല, അങ്കിളിന് ജോലിക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അതും നിർത്തി. ഇനി എന്ത് ചോദിക്കുമെന്നറിയാതെ അവൾ കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാങ്ങയുടെ നീര് ജീൻസിൻ്റെ സൈഡിൽ തുറച്ച് പുറത്തോട്ട് നോക്കി. ജീവിക്കുന്ന നഗരപരിഷ്കാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും മാറ്റം സംഭവിക്കാത്ത ചില ജീവിതങ്ങളുണ്ട്. വീട്ടിലെ ചുവരുകളെന്നോ ഫ്ലാറ്റിലെ ചുവരുകളെന്നോ വ്യത്യാസമില്ലാതെ ആ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചുടങ്ങാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാട്ടോ. അപ്പോഴേക്കും ശാലുവും ക്ലാസ് കഴിഞ്ഞെത്തും. 1 മിനിറ്റിലെ നിശബ്ദത ഭേദിച്ച് ആൻറ്റി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. ജോലിയുടെ ആവശ്യത്തിനായി അങ്കിൾ പുറത്തു പോയതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനും അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് 3 മണിയോടെ ശാലു എത്തി. ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് അവൾക്ക് മലയാളം അത്ര വശമില്ല. എങ്കിലും അമ്മു ചേച്ചി എന്നുള്ള അവളുടെ നീട്ടിവിളിയും കെട്ടിപ്പിടുത്തവുമെല്ലാം അതിഥിക്ക് നന്നേ ബോധിച്ചു. കുറച്ചു നേരത്തെ വർത്തമാനത്തിന് ശേഷം 3 പേരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു. ആൻറ്റിയുടെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് പോലും യാത്രയില്ല ഹോസ്റ്റലിലേക്ക്. എങ്കിലും ലഗേജ് ഉള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ചു. 2 ദിവസം മുൻപ് ആൻറ്റി വന്ന് താമസക്കാര്യമെല്ലാം സംസാരിച്ചതിനാൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഹോസ്റ്റലിന് 2 ബിൽഡിങ്ങാണുള്ളത്. പഴയ ബിൽഡിങ്ങിന് 7,000 രൂപയും മെസ്സിന് തൊട്ടടുത്ത് കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള പുതിയ ബിൽഡിങ്ങിന് 10,000 രൂപയാണ് വാടക. അതിഥി റൂമെടുത്ത പുതിയ ബിൽഡിങ്ങിൽ ആണെങ്കിലും തൽക്കാലം റൂം ഒഴിവില്ലാത്തതിനാൽ 2 ആഴ്ചയെ പഴയ ബിൽഡിങ്ങിൽ വേണം താമസിക്കാൻ. ദേ ഇവിടെ മതിലിച്ചാട്ടം, കള്ളുകുടി തുടങ്ങിയ ഉടായ്പകളൊന്നും കാണിക്കല്ലേ. ലോക്കൽ ഗാർഡിയനിൽ എൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. യാത്ര പറയാൻ നേരെ ആൻറ്റി തമാശയെന്നാണ് പറഞ്ഞു. പണ്ട് കോളേജ് ഹോസ്റ്റലിൽ വെള്ളമടിച്ച് പിടിച്ച കഥ അച്ഛൻ ഇവിടെയും പറഞ്ഞു കാണുമോ? അല്ലെങ്കിലും ഈ വീട്ടുകാരിങ്ങനെയാണ്. മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അല്ലാതെ ഒരു നല്ല വാക്ക് പറയില്ല. ഹേയ്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയെങ്കിൽ മതിലിച്ചാട്ടത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഐറ്റമാണല്ലോ എന്ന ചിന്തയിൽ അവൾ റൂമിലേക്കുള്ള പടികൾ കയറി. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറി അവളുടേതാണ്. 2 കട്ടിലും കബോർഡും ഒരു മേശയും മാത്രമേ മുറിയിലുള്ളൂ. ചെറുതാണെങ്കിലും മുറി നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വൈകിട്ട് റൂംമേറ്റ് വരുമ്പോൾ എന്തായാലും ഒരു അഭിനന്ദനം അറിയിക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. ലഗേജെല്ലാം ഒരുക്കി വെച്ച് ബാംഗ്ലൂരിലെ തണുത്ത പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം 8 ഈ മുറിയിലുള്ള കുട്ടി എന്താണ് ഇനിയും വരാത്തത്? 9:30 കഴിഞ്ഞാൽ മെസ്സ് അടയ്ക്കും. ആദ്യത്തെ ദിവസം ഒന്നും അറിയാതെ എങ്ങനെ ആണ് ഒറ്റയ്ക്ക് മെസ്സിൽ പോകുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ അവൾക്ക് മറ്റൊരാളുടെ കൂട്ട് വേണം. അതിഥി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നവരും കുളിക്കാനായി ബക്കറ്റുമായി ഓടുന്നവരും ഫോൺ വിളിച്ച് വെറുതെ ഉലാത്തുന്നവരുമൊക്കെയായി വരാന്ത സജീവമാണ്. എന്തോ പുറത്തേക്കിറങ്ങാൻ തോന്നിയില്ല. അവൾ വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു. കയ്യിലുണ്ടായിരുന്ന സൈഡ് ബാഗും കവറും ടേബിളിൽ വെച്ച് ബെഡിലിരുന്ന് ചെരുപ്പ് അഴിച്ചുകൊണ്ട് അവൾ അതിഥിയോട് ചോദിച്ചു. നീയാണല്ലേ എൻ്റെ പുതിയ റൂംമേറ്റ്? അതിഥി എന്നാണല്ലേ പേര്? ഹലോ, എൻ്റെ പേര് സാക്ഷി. ഞാനാണ് നിന്റെ താൽക്കാലിക റൂംമേറ്റ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാക്ഷി ഡെറാഡൂൺകാരിയാണ്. 1.5 വർഷത്തോളമായി ഇവിടെ ഒരു കമ്പനിയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. അവളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ്. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇനി 2 ആഴ്ച റൂമിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാലോചിച്ചപ്പോൾ അതിഥിക്ക് ചെറിയ മടുപ്പ് തോന്നി. ഇംഗ്ലീഷിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ പേപ്പർ നിറയെ സാഹിത്യം അടിച്ചുവിടാൻ കഴിയുമെങ്കിലും നേരിട്ടൊരു 10 മിനിറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വിറയലാണ് ഇപ്പോഴും.
ഭക്ഷണം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും സാക്ഷിയുടെ പുതിയ റൂംമേറ്റിനെ കാണാൻ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്തെത്തിയിരുന്നു. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ് അശ്വിനി. കണ്ടപാടെ രണ്ടുപേരും ഹിന്ദിയിൽ കളിപ്പറിച്ചിലും തമാശയുമൊക്കെ ആയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതിഥി ഫോൺ എടുത്തു. അവരുടെ സംസാരത്തിനൊപ്പം ചേരാൻ അതിഥിക്കും അവർക്കുമിടയിൽ പൊതുവായ ഒന്നും തന്നെയില്ല. ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണ്. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അവൾക്ക് തോന്നി. അതെ, നിനക്ക് കന്നഡ അറിയോ? സാക്ഷിയുമായുള്ള സംസാരം നിർത്തി അശ്വിനി അതിഥിയുടെ ബെഡിൽ ഉടമസ്ഥാവകാശം ഉള്ള ഒരാളെ പോലെ വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഹിന്ദിയും കന്നഡയും അറിയില്ലെങ്കിൽ നാളെ ഓഫീസിലെത്താൻ കുറച്ച് കഷ്ടപ്പെടും. നിന്റെ ഓഫീസ് ലൊക്കേഷൻ പറയൂ, ഞാൻ വഴി പറഞ്ഞു തരാം. ഇവിടുന്ന് ഒരു ഓട്ടോയോ ഊബറോ വിളിച്ചാൽ മതിയെന്ന് അങ്കിൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതിഥി അശ്വിനിയോട് പറയാൻ ശ്രമിച്ചു. എന്നാൽ പറഞ്ഞത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നാളെ സുരക്ഷിതമായി ഓഫീസിലെത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അശ്വിനി അധികാര സ്വരത്തിൽ പറഞ്ഞു. അവൾക്കതെല്ലാം അറിയാം. ഇവിടെ അവൾക്ക് ബന്ധുക്കളുണ്ട്. സഹായിക്കാനുള്ള അശ്വിനിയുടെ ആവേശത്തെ തല്ലിക്കെടുത്തി സാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹ്, ഇപ്പോൾ ഊബർ ഉണ്ടല്ലേ? എന്നാലും ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഭാവത്തിൽ അശ്വിനി അതിഥിയുടെ ഫോൺ വാങ്ങി പ്ലേ സ്റ്റോറിൽ കയറി ഊബർ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനിട്ടു. സമയം 10 സാക്ഷി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. റൂമിൽ മാത്രമല്ല, ജീവിതത്തിലും അതേ അടുക്കും ചിട്ടയുമാണ് അവൾക്ക്. ബെഡ്ഷീറ്റ് തലമുടി മൂടി ഉറക്കം വരാതെ അവൾ വാട്സപ്പ് തുറന്നു. എന്നത്തെയും പോലെ ഏറ്റവും മുകളിൽ ലയയുടെ മെസ്സേജ് തന്നെയാണ്. ഹലോ അമ്മു, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കോളേജ് കാലം മുതൽ കൂടെ കൂടിയതാണ് ലയ. നമ്മളെക്കാൾ സകലമാന ഉടായ്പകളും കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ക്ലീൻ ചീറ്റുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകും. അതിഥിയുടെ ലൈഫിലെ ആ ഒരു റോളാണ് ലയയ്ക്ക്. കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഒരു നസ്രാണി ചക്കനെയും കെട്ടിയപ്പോൾ ഡൽഹിയിലാണ് പുള്ളിക്കാരി. എനിക്കിഷ്ടായില്ല, അതിഥി മറുപടി അയച്ചപ്പോഴേക്കും ബ്ലൂ ടിക്ക് വീണു. അല്ലെങ്കിൽ നിനക്കെന്താണ് ഇഷ്ടമാവുന്നത്? എന്തിനാണ് അമ്മു എല്ലാത്തിനോടും ഇങ്ങനെ നെഗറ്റീവ് ആവുന്നത്? ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ, പയ്യെ പയ്യെ എല്ലാം ശരിയാവും. നീ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്ത്, ലൈഫ് കുറച്ചുകൂടെ കളറാവും. ശരിയാണ്, എനിക്ക് ബോറടിച്ചു. എല്ലാ കാര്യത്തും നീ തന്നെ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യടാ, അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് നീ കരുതണ്ട. യു ആർ സ്റ്റക്ക് വിത്ത് മീ ഫോർ എവർ. നാളെ ഞാൻ മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഡിന്നറിന് പുറത്തു പോകാൻ നിൽക്കാണ്. റെസ്റ്റ് വെൽ. ഗുഡ് നൈറ്റ് അമ്മോ. ലയ അങ്ങനെയാണ്. നമ്മൾ ഈ പുണ്യാളുടെ ബാക്കിൽ കത്തുന്ന ഒരു ലൈറ്റ് കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്ന് അവളുടെ തലയുടെ പുറകിലും ഉണ്ടെന്ന് അതിഥിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര പോസിറ്റീവാണ് അവൾ എപ്പോഴും. അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് സാക്ഷിയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ അതിഥി കസേര വലിച്ചിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി നിർത്തി. 5/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, നിനക്ക് എഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ഒരൊഴുക്കിൽ അതങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി. പുതിയ ജോലി, നഗരം, മുഖങ്ങൾ, ഭാഷ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാൽ പോലും അവിടെ വേരുറപ്പിച്ച് വളർന്നു വരുമെന്ന് ഉറപ്പാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല. ആൻറ്റിയും ശാലുവും സാക്ഷിയുമൊക്കെയായി ഞാൻ ഇവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി. 2 ആഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു. ജോലിയെക്കുറിച്ച് ചെറിയ ടെൻഷനൊക്കെയുണ്ട്. പിന്നെ എവിടെ പോയാലും വാചകം പഠിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ കാര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത്. ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ 1000 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ നീ പറയാറുള്ളത് പോലെ എൻ്റെ ആവശ്യമില്ലാത്ത 1000 തോന്നലുകളിൽ ഒന്നാകാം. ആദ്യ ദിവസത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായില്ല. ഒരു വൈകുന്നേരം മറ്റൊരും കടന്നു വരാത്ത ഒരിടത്ത് നിനക്കൊപ്പം ഇരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട്. നീ എന്നാണ് വരുന്നത്? കാരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ വെറുതെ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ അതിഥി. സ്ഥലം മാറിക്കിടന്നുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയില്ല. സാക്ഷി എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൾ കുളി കഴിഞ്ഞ് റൂമിലെത്തി. ഓഫീസിലെ ആദ്യത്തെ ദിവസം കാഷ്വൽ ഡ്രസ്സിൽ ഇറങ്ങാനൊരുങ്ങിയ അതിഥിയുടെ കയ്യിൽ സാക്ഷി അവളുടെ ഷെൽഫിൽ നിന്നും ഫോർമൽ പാൻറ്റും ഷർട്ടും എടുത്തു കൊടുത്തു. ഇന്നലെ ബാഗിൽ നിന്നും ഡ്രസ്സുകൾ പുറത്തു വെച്ചപ്പോഴേ അവളുടെ ഫാഷൻ സെൻസ് ഒട്ടും കൊള്ളില്ലെന്ന അഭിപ്രായമാണ് സാക്ഷിക്ക്. വരുന്ന ഞായറാഴ്ച ബാക്കി പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് അവൾ അതിഥിയോട് ചട്ടം കെട്ടി. അവളെ ഓഫീസിലേക്കുള്ള ഊബർ കയറ്റിവിട്ട ശേഷമാണ് സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചത്. ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൻ്റെ ഉള്ളിൽ നടക്കാനിടയുള്ള എല്ലാ തിരക്കും അവിടെയും കാണാനുണ്ട്. എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. ഓഫീസിലെ മലയാളികളെല്ലാം ഹൈദരാബാദ് ബ്രാഞ്ചിലാണെന്ന് HR ഇൻ്റർവ്യൂ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമ്പനിക്ക് ഇവിടം ആരെയും കിട്ടാനിടയില്ലെന്ന് അവൾക്ക് ഉറപ്പായി. ടെക്നിക്കൽ ടീമിലുള്ള ശരണ്യ രാധാകൃഷ്ണൻ മാത്രമാണ് ഓഫീസിലെ ഏക മലയാളി.
രാവിലെ ലിഫ്റ്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ മലയാളിയാണോ എന്ന തൻ്റെ ചോദ്യം കേട്ടിട്ടും മറുപടി തരാഞ്ഞപ്പോഴേ ആ അഹങ്കാരിയുമായി ഒരു സൗഹൃദവും നടക്കില്ലെന്ന് അതിഥി മനസ്സിലുറപ്പിച്ചതാണ്. വീഡിയോ മീറ്റിംഗ് വഴി ടീമിലെ ആളുകളുമായി ചെറിയൊരു പരിചയപ്പെടൽ ഉണ്ടായത് ഒഴിച്ചാൽ ആദ്യ ദിവസം ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ആരുടെയും കണ്ടെത്താത്ത ഒരു മൂലയ്ക്കാണ് അവളുടെ ഡെസ്ക്. ഞായറാഴ്ച ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡെസ്കിൽ വെക്കാൻ ഒരു കലണ്ടറും കുഞ്ഞിച്ചെടിയും വാങ്ങിക്കണമെന്ന് ആലോചിച്ച് വെറുതെ ചാരി കിടക്കുമ്പോഴാണ് അവൻ അവളെ തട്ടി വിളിച്ചത്. മലയാളിയാണോ? ഹാ അതെ, മലയാളിയാണോ? പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവൾ തിരിച്ചും ചോദിച്ചു. അല്ല, മലയാളം സംസാരിക്കുന്ന ബംഗാളിയാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. മലയാളം കേട്ട ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. എൻ്റെ പേര് അതിഥി. ആദിത്യൻ. ഇവിടെ ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. വെറുതെ ഇരിക്കുവാണെങ്കിൽ വായോ, ഒരു ചായ ഓഫർ ചെയ്യാം. താഴെ കടയെല്ലാം ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു സിഗരറ്റ് കടയുണ്ട്, പേരിനൊരു ചായ കിട്ടും. അവൾ അവൻ്റെ ഒപ്പം ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. രാവിലെ തന്നെ ആ ശരണ്യയ്ക്ക് മുന്നിൽ പോയി പെട്ടല്ലേ? ലിഫ്റ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തുന്നതിനിടെ അവൻ ചോദിച്ചു. ഹേ, ആ കാര്യം ആര് പറഞ്ഞു? ഞാൻ ഇയാളെ ലിഫ്റ്റിൽ കണ്ടില്ലല്ലോ രാവിലെ. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തമിഴ് പയ്യനുണ്ട്, ശക്തി. മച്ചി ഇന്നേക്ക് കാലയിലെ സമ്മ ഫൺ എന്ന് പറഞ്ഞ് ലിഫ്റ്റിലെ കഥ അവൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. വന്ന ദിവസം അവൾ എനിക്ക് നൈസായിട്ട് ഇതുപോലൊരു പണി തന്നതാ. അതുകൊണ്ട് തൻ്റെ സുഖവിവരം ഒന്ന് അന്വേഷിച്ചു കളയാ എന്ന് കരുതി. അവൻ കളിയാക്കിയ പോലെ ഒന്ന് ചിരിച്ചു. എനിക്ക് അവളെ ഇഷ്ടമായില്ല, അതിഥി പരിഭവപ്പെട്ടു. എനിക്കും സാരമില്ല, ഒരു ദിവസം അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. അന്ന് നല്ലോണം അപമാനിച്ചു വിടാം. എന്തു പറയുന്നു? ഡീൽ. ആഹാ, ഒരാളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താ സന്തോഷം അല്ലേ? രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. പോകുന്നതിന് മുമ്പേ ആദി ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അവൻ്റെ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി. എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകളുണ്ട് അവിടെ. അവളുടെ ലിഫ്റ്റ് കഥ ഡെസ്കിൽ പാട്ടാക്കിയ ശക്തിയുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി. ആദ്യം ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസത്തോളമായി. ഓഫീസിനടുത്ത് കൂട്ടുകാരുമായി ഫ്ലാറ്റ് എടുത്താണ് താമസം. ജോലി ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വണ്ടി കയറിയതാണ്. അവന് സിനിമ സംവിധാനവും അഭിനയവുമൊക്കെയാണ് ലോകം. രണ്ടുപേരുടെയും ഷിഫ്റ്റ് ഒരേ സമയമായതിനാൽ ഓഫീസിൽ നിന്നും അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ബാംഗ്ലൂരിലെത്തിയ ശേഷം കുറച്ച് സന്തോഷത്തോടെ സംസാരിച്ചതും സമയം ചെലവഴിച്ചതുമെല്ലാം ആദ്യം കണ്ട ശേഷമാണെന്ന് അവൾക്ക് തോന്നി. വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വന്നേക്കണമെന്ന് ആൻറ്റി വിളിച്ച് പറഞ്ഞതിനാൽ രാത്രി ഭക്ഷണത്തിന് തന്നെ കാത്തു നിൽക്കേണ്ടെന്ന് സാക്ഷിക്ക് മെസ്സേജ് അയച്ച് അവൾ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഊബർ വിളിച്ചു. ഫ്ലാറ്റിലേക്കുള്ള ചെറിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പട്ടികൾ ഓടി വന്ന് അവൾക്ക് ചുറ്റും കൂടി. അതേ വേഗത്തിൽ തിരിഞ്ഞോടി ഗേറ്റ് പൂട്ടി കിതച്ചുകൊണ്ട് അവൾ ഫോണിൽ ആൻറ്റിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്താ മൂ ഇങ്ങനെ കിതയ്ക്കുന്നേ? ഫോൺ എടുത്ത പാടെ ആൻറ്റി പരിഭ്രമത്തോട് ചോദിച്ചു. ആൻറ്റി, ഇവിടെ നിറയെ പട്ടിയാണ്. ഇതെല്ലാം കൂടെ എന്നെ ഇപ്പോൾ കടിക്കും. എനിക്ക് പേടിയാ. ഞാൻ മേലോട്ട് വരുന്നില്ല. അത് ഈ കിടന്ന് കുരയ്ക്കത്തേ ഉള്ളൂ, കടിക്കില്ല. ഒരു കാര്യം ചെയ്യും, നീ അവിടെ നിൽക്ക്, ഞാൻ താഴോട്ട് വരാം. ആൻറ്റിയുടെ ഓരച്ചേർന്ന് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി. ആ പട്ടികൾ അവിടെ തന്നെയുണ്ട്, പക്ഷേ ഒറ്റ എണ്ണം പോലെ അടുത്തേക്ക് വരുന്നില്ല. നിന്നെ പരിചയമില്ലാത്തതിൻ്റെതാണ്. നീ സ്ഥിരമായി വന്നാൽ മതി, എല്ലാവരും കമ്പനി ആയിക്കോളും. പട്ടിയെ അത്രയ്ക്ക് പേടിയാണോ? പേടിയുടെ കാര്യത്തിൽ ഈ പ്രേതത്തിനെ വേണേൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ പട്ടിയും പാമ്പും നോ രക്ഷ, അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു. നാട്ടിലെ അതേ രുചിയിൽ ആൻറ്റി ഉണ്ടാക്കിയ മീൻകറിയും ഉപ്പേരിയും എല്ലാം കൂട്ടി ചോറ് കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും ശാലു ട്യൂഷൻ കഴിഞ്ഞെത്തി. ചേച്ചിക്ക് റൂംമേറ്റിനെ എല്ലാം ഇഷ്ടമായോ? ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്ന അവൾക്കരികെ വന്ന് ശാലു ചോദിച്ചു. ഹാ പിന്നെ, നല്ല കുട്ടിയാണ് സാക്ഷി. റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നല്ല കമ്പനിയായി. പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ എനിക്ക് ഇതുപോലെ എവിടെയെങ്കിലും പോകണം. +2 കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, അവൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു. അതെന്താ, എല്ലാവരും എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്നാണ് പറയുന്നത്. നിനക്കെന്താ ഇവിടെ ഇഷ്ടമില്ലാത്തത്? അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ അധിക നേരം നിൽക്കണ്ട, അച്ഛൻ കണ്ടാൽ ചീത്ത പറയും. അവൾ അത് തീരെ കൈപിടിച്ചു. എന്തിന്? അമ്മയുടെ കറിവേപ്പില കൂടി ചവിട്ടുമെന്ന് പേടിച്ചിട്ടാണോ? അതിഥിക്ക് കാര്യം പിടികിട്ടിയില്ല. അയ്യേ അതല്ല, ദേ ആ നേരെ കാണുന്ന ഫ്ലാറ്റില്ലേ, അതിൽ ഒരു 4 മലയാളി പയ്യന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അത് കണ്ടാണ് അച്ഛൻ കയറി വന്നത്. പിന്നെ അവരവിടെ ഉള്ളപ്പോൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഓ അപ്പടിയാ? അവരെന്താ നിന്നോട് ചോദിച്ചേ? അത് പോട്ടെ, പിള്ളേരെങ്ങനെ കാണാൻ ലുക്കുണ്ടോ? അതിഥി ചെറുതായി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബെസ്റ്റ്, നല്ല ആളോടാണ് ഞാൻ പറഞ്ഞേ. അവർ വെറുതെ പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ. കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാൽ കൂട്ടത്തിൽ ഒരു ചേട്ടൻ കൊള്ളാം, എനിക്കിഷ്ടമായി, അവൾ മുഖം തരാതെ അല്പം നാമത്തോടെ പറഞ്ഞു. എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം? ഈ ബാൽക്കണിയുടെ ഡോർ തുറന്നു വെച്ചാൽ കൊതുകെല്ലാം രാത്രി അകത്ത് കയറും കേട്ടോ.
ആൻറ്റി ടേബിൾ വൃത്തിയാക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ബാൽക്കണി തുറന്നു വെച്ചാൽ കൊതുകല്ല വേറെ പലതും അകത്ത് കയറുണ്ടോ ആൻറ്റി? അതിഥി മറുപടി പറഞ്ഞു. എൻ്റെ ചേച്ചി ചതിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. പിന്നെയും എന്തോ പറയാനൊരുങ്ങിയ അതിഥിയുടെ വായ ശാലു പൊട്ടിപ്പിടിച്ചു. രാത്രി അങ്കിൾ വന്ന ശേഷമാണ് അതിഥി ഹോസ്റ്റലിലേക്ക് പോയത്. 10 മണി കഴിഞ്ഞതിനാൽ സാക്ഷി ചെറുതായി വാതിൽ ചാരിയിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നു. വന്നപാടെ ഫോണുമായി അവൾ ബെഡിലേക്ക് വീണു. വന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഓഫീസിലെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ചെക്ക് ചെയ്തു. കഴിഞ്ഞപ്പോഴേക്കും വരാന്തയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്നു. ഫോൺ വിളിച്ച് സംസാരിച്ച് എല്ലാവരും വരാന്തയിൽ കൂടി നിൽക്കുന്നതിനാൽ തൊട്ടടുത്തുള്ള റൂമിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി കിട്ടിയതുകൊണ്ട് 11 മണിക്ക് ശേഷം ഇപ്പോൾ വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണമെന്ന് വാർഡൻ ഉത്തരവിട്ട കാര്യം സാക്ഷി ഇന്നലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. ഈ പരാതി കൊടുത്തതേ സാക്ഷി തന്നെയാവുമെന്ന സംശയം അപ്പോഴേ അതിഥിക്കുണ്ടായിരുന്നു. സാക്ഷിയുടെ അച്ഛൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പണ്ടേ പട്ടാള ചിട്ടയാണ്. ആ ചിട്ടയുടെ ചെറിയ ഒരു ജെയിൻ ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുളിക്കാതെ കിടക്കാൻ കഴിയില്ല. വിയർപ്പും പൊടിയും ആകെ അഴുക്കുമാണ്. അവൾ ബക്കറ്റെടുത്ത് വരാന്തയിലൂടെ ബാത്റൂമിലേക്ക് നടന്നു. എനിക്ക് ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല. ദയവ് ചെയ്ത് നീ ഒന്ന് വിശ്വസിക്കേ. ആരാണ് ഇവിടെ മലയാളം പറയുന്നത്? സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കോണിപ്പടിയുടെ അടുത്ത് നിന്നാണ് ശബ്ദം. അവൾ രണ്ടടി പിറകോട്ട് വെച്ച് ഒന്നെത്തി നോക്കി. പടികൾ കയറിയതും ഇറങ്ങിയതും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അതിഥിയെ കണ്ടതും ഒരു സെക്കൻഡ് സംസാരം നിർത്തി സംശയത്തോടെ നിർത്തി. അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അല്പമൊന്ന് പരിങ്ങി മറ്റെന്തോ തിരയുന്നത് പോലെ ചുറ്റും നോക്കി അതിഥി ബാത്റൂമിലേക്ക് വേഗത്തിൽ നടന്നു. മോശമായി. അവൾ എന്ത് കരുതി കാണും? അല്ല, അവൾ എന്ത് കരുതാൻ? ഞാൻ മലയാളിയാണെന്ന് അവൾക്കറിയില്ലല്ലോ. അപ്പോൾ ഫോൺ വിളിച്ച് ഒളിഞ്ഞു കേട്ടെന്ന് സംശയിക്കാനിടയില്ല. അല്പം ആശ്വാസത്തിൽ അതിഥി ബാത്റൂമിലെ ടാപ്പ് തുറന്നു. കുളി കഴിഞ്ഞ് സാക്ഷിയെ ഉണർത്താതെ റൂമിന്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ വരാന്തയിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായ ബക്കറ്റ് താഴെ വെച്ച് കോണിക്കടുത്തേക്ക് നടന്നു. നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ്. കോണിയുടെ ഒരു മൂലക്കിരുന്ന് അവൾ കാലുകൾ കൂട്ടിവെച്ച് മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്ന അവളെ അതിഥി തൊട്ടു വിളിച്ചു. അതെ, നീ ഓക്കെയാണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖം പൊത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുളച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവൾ രണ്ടാമത്തെ നിലയിലേക്ക് ഓടിക്കയറി. റൂമിലെത്തി ഉറങ്ങാൻ കിടന്നിട്ടും അതിഥിക്ക് ഉറക്കം വന്നില്ല. ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. റൂമിൽ പോയി കരയാൻ പറ്റാത്തതുകൊണ്ടാവും ചിലപ്പോൾ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഒരാളിങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും ഒന്ന് അന്വേഷിക്കാതെ ആശ്വസിപ്പിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്താൽ എപ്പോഴാണ് മയങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല. ഹലോ മാഡം, എഴുന്നേൽക്ക്. 8 മണി കഴിഞ്ഞു. തണുത്ത കൈകൾ കൊണ്ട് സാക്ഷി നെറ്റിയിൽ കൈവച്ചപ്പോഴാണ് ഉണർന്നത്. ഇന്നിനി കുളിക്കാനൊന്നും നേരമില്ല. അവൾ വേഗം ഡ്രസ്സ് മാറി സാക്ഷിക്കൊപ്പം മെസ്സിലേക്ക് നടന്നു. കല്ലുപോലെ മരവിച്ച ഇഡ്ഡലി മുങ്ങിത്തപ്പിയാലും ഒരു പച്ചക്കറി കഷ്ണം പോലും കണ്ടുകിട്ടില്ലെന്ന് ഉറപ്പുള്ള സാമ്പാറിൽ മുക്കി കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതിഥിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന തൊട്ടടുത്തുള്ള ടേബിളിലെ പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സാക്ഷി പറഞ്ഞു. വന്നു കയറി ഒരാഴ്ചക്കുള്ളിൽ ഹോസ്റ്റലിൽ ഫാൻസൊക്കെ ആയല്ലോ. അതിഥി സാക്ഷി ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് നോക്കി. ഇന്നലെ കണ്ട അതേ പെൺകുട്ടി തന്നെ. ഇന്നലത്തെ വരാന്ത കഥയെല്ലാം വിശദമായി കേട്ട ശേഷം, നീ അവളോട് പോയി ഒന്ന് സംസാരിക്കൂ. നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ എന്ന ഉപദേശം നൽകി സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചു. ഊബറിന് കാത്തു നിൽക്കവേ തനിക്ക് മുന്നിലൂടെ ധൃതിപ്പെട്ട് നടന്നുപോയി അവളെ വിളിക്കണമോ എന്ന് അതിഥി ഒരു നിമിഷം ആലോചിച്ചു. എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാം എന്ന് ഉറപ്പിച്ച് പിറകെ ഓടി അവളുടെ കൈ കടന്നു പിടിച്ച് അതിഥി പറഞ്ഞു. അതേ, താൻ ഇന്നലെ മലയാളം സംസാരിക്കുന്നത് കേട്ടതുകൊണ്ട് വന്നു നോക്കിയതാണ്. അല്ലാതെ ശല്യപ്പെടുത്തണം എന്ന് കരുതിയതല്ല. സോറി. അത് സാരില്ല. ഞാനും ഇന്നലെ നല്ല മൂഡിലായിരുന്നില്ല. അതാ ഒന്നും മിണ്ടാതെ പോയത്. എൻ്റെ പേര് ദൈവിക. ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് പഠിക്കുന്നു. കൂടുതൽ പരിചയപ്പെടുന്നതിന് മുൻപേ അതിഥിയുടെ കാബ് വന്നു. വൈകിട്ട് കാണാമെന്ന് വാക്ക് നൽകി അതിഥി ഓഫീസിലേക്ക് തിരിച്ചു. നീ എന്തിനാ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചത്? ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ എല്ലാവരും ചോദിച്ചു, ജോലി കിട്ടി വലിയ ആളായതിൻ്റെ അഹങ്കാരമാണോ മോൾക്കെന്ന്. കാബിറങ്ങി ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരുന്ന അതിഥിയോട് ഫോണിലൂടെ അമ്മ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. രാവിലെ തന്നെ റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും വെച്ച 10-15 ഗുഡ് മോർണിംഗ് മെസ്സേജ്. അതുപോരാത്തതിന് കൊക്കക്കോളയിൽ പുഴുവുണ്ട്, കുടിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഉണ്ടായ കാലത്തെ കൊട്ടക്കണക്കിന് ഫോർവേഡ് മെസ്സേജും. ഇതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച ഫുഡിൻ്റെ ഫോട്ടോ വരെ ഗ്രൂപ്പിലിട്ട് വെറുപ്പിക്കുന്നത് എന്തിനാ? അവളും വിട്ടുകൊടുത്തില്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ മിണ്ടണ്ട. പക്ഷേ ലെഫ്റ്റ് അടിച്ചത് എന്തിനാ? അപ്പോൾ ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ അവന് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. നിന്നേക്കാൾ 2 വയസ്സ് ചെറുതാണ് അവൻ. പക്ഷേ നല്ല വകതിരിവുണ്ട്. അത് വകതിരിവിൻ്റെ അല്ല, അവനെ എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തണം, അതിനാണ്. അല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നത് എല്ലാം തെറ്റാണല്ലോ. അവൻ എന്ത് ചെയ്താലും അതൊന്നും പ്രശ്നമല്ല. എന്നെ അമ്മ വല്ല തവിട് കൊടുത്ത് മേടിച്ചതാണോ? അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു. മേടിച്ചതാണെങ്കിൽ ഇങ്ങനെ തലതിരിഞ്ഞതിനെ മേടിക്കാതെ നല്ലത് നോക്കി മേടിച്ചാനാമോ? രാവിലെ തന്നെ നീ തല്ലുകൂടാൻ വരണ്ട. ഞാൻ പറയാം ചെറിയച്ഛനോട് ഗ്രൂപ്പിൽ ആഡ് ആക്കാൻ.
പിന്നെ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ റിപ്ലൈ കൊടുക്കുന്നില്ല, നിന്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ചെറിയമ്മ. കാണില്ല, ഞാൻ എല്ലാവരെയും ബ്ലോക്കാക്കിയതാ. ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇട്ടോ അപ്പോൾ തുടങ്ങും. അമ്മുന് സ്ലീവ്ലെസ് ചേരില്ല, മുട്ടിന് താഴെ ഇറക്കമുള്ള ഉടുപ്പിട്ടൂടെ, ലിഫ്റ്റിക്ക് ഇട്ടാൽ ചുണ്ട് കറുത്തു പോകൂ എന്ന് തുടങ്ങി ഉപദേശം. അവർ പറയുന്നതിൽ എന്താ തെറ്റ്? നീ അമ്മ മുഴുവനാക്കുന്നതിന് മുമ്പേ അവൾ ദേഷ്യത്തിൽ ഫോൺ വെച്ച് ഡെസ്കിലേക്കുള്ള ഡോർ അല്പം ദേഷ്യത്തിൽ തള്ളി തുറന്നു. കോഫിയുമായി പുറത്തിറങ്ങാൻ തുടങ്ങിയ ആദിയും ശക്തിയും അവളുടെ വരവ് കണ്ട് കുറച്ചൊന്ന് മാറി നിന്നു. രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ. അവരെ ശ്രദ്ധിക്കാതെ മുന്നിലൂടെ വേഗത്തിൽ നടന്നുപോയ അതിഥിയെ പിറകിൽ നിന്ന് വിളിച്ച് ആദി ചോദിച്ചു. അയ്യോ, ഞാൻ നിങ്ങളെ കണ്ടില്ല, വിശേഷിച്ചൊന്നുമില്ല. അമ്മയുമായി ചെറിയൊരു അടി. അത് സ്വാഭാവികം. എന്തായാലും ലഞ്ചിന് വായോ, ഞാനൊരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങാം. ഓക്കെ, സെറ്റ്, വന്നേക്കാം. അവൾ വേഗത്തിൽ തിരിച്ചു ഡെസ്കിലേക്ക് നടന്നു. ആദ്യ ദിവസം വെറുതെ ഇരുന്നുകൊണ്ടാകാം ഇന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത വിധം പണിയായിരുന്നു. വൈകിട്ട് ചായ കുടിക്കാൻ അവളും ആദ്യം ശക്തിയും കൂടെ പുറത്തിറങ്ങി. നീ എന്താ സിഗരറ്റ് വലിക്കാത്തേ? മാറി നിന്ന് പുകവലിച്ചുകൊണ്ടിരുന്ന ശക്തിയെ നോക്കി അതിഥി ആദ്യയോട് ചോദിച്ചു. ഞാൻ വലിക്കൂലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ. വലിയ കുടിയുമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി. വളരെ നല്ല കാര്യം. എന്താ നിർത്തിയേ? അതൊരു തരം ആഡംബരമാണെന്ന് തോന്നി. അതെന്താ? ഒരു മനുഷ്യന് ബേസിക്കായി ജീവിക്കാൻ വേണ്ടത് ഭക്ഷണമാണ്. അത് മര്യാദയ്ക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കി എന്തിനെക്കുറിച്ചും ആലോചിക്കാൻ പോലും കഴിയൂ. നിനക്കെന്താ ഭക്ഷണത്തിന് കുറവ്? ഉച്ചയ്ക്ക് പൊറോട്ടയും ബീഫും വെട്ടിവിഴുങ്ങാൻ വന്ന് കണ്ടല്ലോ. അവൾ അവനെ ചൂടാക്കാൻ പറഞ്ഞു. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ സിഗരറ്റ് വലിക്കണോ? ആദ്യം അല്പം കടുപ്പിച്ച് ചോദിച്ചു. എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് വലിക്കൊന്നും വേണ്ട. എന്നാലും ഈ വയസ്സിൽ അത് പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാനുള്ള കാരണം അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. പൊതുവെ ആൺപിള്ളേരെ അടിച്ചു പൊളിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ. എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണോ? അവരൊരു സംവാദത്തിന് തയ്യാറായി. ഞാൻ കണ്ടിട്ടുള്ള കുറേ ഒക്കെ അങ്ങനെ തന്നെ. അവളും വിട്ടുകൊടുത്തില്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. നിനക്കെന്താ കിട്ടാതെ പോയേ? വല്ല പ്രണയനഷ്ടമാണോടാ? അവൻ ദേഷ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവൾ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, നീ വന്നേ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. അവളോട് തർക്കിച്ചിട്ട് പ്രയോജനമില്ലെന്ന് തോന്നി ചായയുടെ കാശ് കൊടുത്ത് അവൻ വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി ഊതി വീണ്ടും പുകവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തിയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞ് അവനെയും കൂട്ടി ഓഫീസിലേക്ക് നടന്നു. അച്ചിസമ്മ കടുപ്പിലിരിക്കാൻ നീ എന്നെ പണ്ണേ? അവൻ്റെ പിറകിൽ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന ശക്തി ശബ്ദം താഴ്ത്തി അതിഥിയോട് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, അവനെ കളഞ്ഞിട്ട് പോയ കുട്ടിയെ ഓർമ്മ വന്നു പെട്ടെന്ന്. അവൾ ചിരിയടക്കി അല്പം സീരിയസ് ആയി പറഞ്ഞു. അപ്പടിയാ? ഞാനും നെഞ്ചേ, പാവല്ലയ്യാ. ശക്തിക്ക് ചെറിയ വിഷമം തോന്നി. പാവമൊക്കെ തന്നെ, വായ പൊട്ടി മിണ്ടാതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രം. അതിഥിയും ശക്തിയും ആദ്യ കേൾക്കാതെ അടക്കി ചിരിച്ചു. വൈകിട്ട് നേരത്തെ ഹോസ്റ്റലിലെത്തി കുളി കഴിഞ്ഞ് ലയുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ കൊട്ടുകേട്ട് അവൾ വാതിൽ തുറന്നു. ദേവികയാണ്. കയ്യിലൊരു കവറുണ്ട്. ലയയോട് കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ ദേവികയെ അകത്തേക്ക് ക്ഷണിച്ചു. ഈ മുറി നല്ല വൃത്തിയുണ്ടല്ലോ. സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എല്ലാ ക്രെഡിറ്റും സാക്ഷിക്കാണ്. അതിഥി അല്പ അഭിമാനത്തോടെ പറഞ്ഞു. ആണോ? ആ ചേച്ചിയുടെ കൂടെ എങ്ങനെയാണ് താമസിക്കുന്നത്? വേണമെങ്കിൽ വാർഡനോട് പറഞ്ഞാൽ വേറെ മുറി കിട്ടും. ദേവിക സഹതാപത്തോടെ അവളെ നോക്കി. താൻ ഇവിടെ 2 ആഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറും. പക്ഷേ നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആ ചേച്ചിയെ പൊതുവെ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. ഒരാളോടും മിണ്ടില്ല. എപ്പോഴും മുഖം കനിപ്പിച്ചാണ് നടത്തം. പിന്നെ വാർഡനോട് കംപ്ലൈൻറ്റ് ചെയ്ത് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യിച്ചതും പുള്ളിക്കാരിയാണെന്നാണ് ഇവിടുത്തെ സംസാരം. അവളൊരു സ്വകാര്യമെന്നാണ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ സംശയം എനിക്കില്ലാതില്ല. പക്ഷേ നീ കരുതുന്ന പോലെ അല്ല. ആളൊരു പാവമാണ്. പിന്നെ ലേശം വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും ഒക്കെ കൂടുതലാണെന്നേ ഉള്ളൂ. അതിഥി അവളെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതെന്തോ അവൾക്കത്ര വിശ്വാസമായില്ല. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ കൊടുത്തുവിട്ട ഉണ്ണിയപ്പം ദേവിക അതിഥിക്ക് നേരെ നീട്ടി. ഇന്നലത്തെ വഴക്കൊക്കെ കഴിഞ്ഞോ? മുറുക്കി ചുറ്റും നടന്നുകൊണ്ടിരുന്ന ദേവികയെ നോക്കി അവൾ ചോദിച്ചു. അതങ്ങനെയൊന്നും കഴിയില്ല. അവന് എപ്പോഴും സംശയമാണ്. അവൾ മടിച്ചു പറഞ്ഞു. ഈ അവൻ ആരാണെന്ന് അവൾ പറയാതെ തന്നെ അതിഥി ഊഹിച്ചു. ഞാൻ ചേച്ചി എന്ന് വിളിക്കാം അല്ലേ? ദേവിക അവൾക്കരികെ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവനതിൻ്റെ എല്ലാ പാസ്വേഡ് ചോദിച്ചു. പിന്നെ സ്നേഹിക്കുന്നവരാകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ? ഞാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി മുഴുവൻ 1 വർഷം മുന്നേയൊക്കെ ചെയ്ത ചാറ്റും കുത്തിപ്പൊക്കി ഇതൊക്കെ ആരാ എന്നുള്ള ചോദ്യം ചെയ്യലായിരുന്നു. നമ്മൾ പണ്ടൊക്കെ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ടാകും? അതൊക്കെ ഓർത്തു വയ്ക്കാൻ കഴിയുമോ? എൻ്റെ മണ്ടത്തരം. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഒടുവിൽ ഞാൻ എല്ലാ ആപ്പും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മനസ്സമാധാനം വേണ്ടേ? അവൾ അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. അവന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നുമില്ലേ? ഉണ്ടല്ലോ. നീ അതിൻ്റെ പാസ്വേഡ് ചോദിച്ചില്ലേ? എനിക്കെന്തിനാ അവൻ്റെ പാസ്വേഡ്? ഇനി വല്ലതും ചോദിച്ചാൽ തന്നെ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ എന്ന് പറഞ്ഞ് 2 ദിവസം മിണ്ടാതിരിക്കും. അപ്പോൾ അവനെന്തിനാ നിൻ്റെ പാസ്വേഡ്?
അവന് നിന്നെ വിശ്വാസമില്ലേ? അതിഥി അടിച്ചതുപോലെ ചോദിച്ചു. ഒരു നിമിഷം ദേവിക എന്ത് പറയണമെന്നറിയാതെ നിശബ്ദയായി. എനിക്കറിയില്ല ചേച്ചി, പക്ഷേ എന്നെ വലിയ കാര്യമാണ്. കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ പിറകെ തന്നെ ആയിരുന്നു. അവസാനം ഈ വർഷമാണ് ഞാൻ യെസ് പറഞ്ഞ്. കോളേജിൽ എല്ലാവർക്കും ഞങ്ങളുടെ റിലേഷൻ കാണുമ്പോൾ ചെറിയ അസൂയൊക്കെയുണ്ട്. അവനാണെങ്കിൽ സ്പോർട്സിൽ എപ്പോഴും ഫസ്റ്റാണ്. എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുട്ടി പണ്ട് ആൺകുട്ടികളോട് ചാറ്റ് ചെയ്തതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ലേശം പോസസീവ്നെസ് ഉണ്ടാവില്ലേ? അത്രയേ ഉള്ളൂ. പണ്ടത്തെ ചാറ്റിൽ ഒരു ഹായ് ബൈ ഒക്കെ ഉള്ളുവെങ്കിലും ആൺകുട്ടികൾക്ക് അതൊക്കെ വലിയ കാര്യമല്ലേ? അതിൻ്റെയാ. അവനാള് പാവാ, എന്നെ വലിയ ഇഷ്ടമാണ്. അവളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അതിഥിക്ക് മനസ്സിലായി. അവൾ സംസാരം ഹോസ്റ്റലിലെ ഫുഡിലേക്കും നാട്ടിലെ വിശേഷങ്ങളിലേക്കും വഴിതിരിച്ച് വിട്ടപ്പോഴേക്കും സാക്ഷി എത്തി. അവളെ കണ്ടതും ദേവിക ബൈ പറഞ്ഞ് മുറിവിട്ടു. അവൾ എന്താ പെട്ടെന്ന് പോയതെന്ന് സാക്ഷി സംശയത്തോട് ചോദിച്ചു. നിന്നെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സാക്ഷിക്ക് ചിരി വന്നു. തൻ്റെ ഈ നടപ്പും വൃത്തിയും ഒന്നും ആൾക്കാർക്ക് പിടിക്കാഞ്ഞിട്ടാകുമെന്ന് അതിഥി കളിയാക്കി. പിന്നെ ഹോസ്റ്റലിൽ മൊത്തം നീയാണ് വരാന്തയിലെ ലൈറ്റ് വിഷയം. വാർഡൻ്റെ ചെവിയിൽ എത്തിച്ചു തന്ന ഒരു സംസാരമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം വീർപ്പിച്ച് അവൾ കുളിക്കാൻ പോയി. ഒരു മിഠായി കടലാസ് 5 മിനിറ്റ് മേശപ്പുറത്ത് കണ്ടാൽ പോലും സാക്ഷി മുഖം വീർപ്പിക്കും. പൗഡർ ടിഞ്ഞ് വെച്ച സ്ഥലത്ത് നിന്നും കുറച്ചൊന്ന് സ്ഥാനം മാറിയാൽ, ബെഡ്ഷീറ്റിൽ ഒരു ചെറിയ ചുളിവ് വീണാൽ എല്ലാം അവൾക്ക് പ്രശ്നങ്ങളാണ്. എന്തായാലും അധികകാലം ഇവൾക്കൊപ്പം ജീവിച്ചു പോകാനാകില്ലെന്ന നല്ല ബോധം അതിഥിക്കുണ്ട്. പക്ഷേ ഒരു 2 ആഴ്ചയൊക്കെ പല്ലു കടിച്ച് സഹിക്കാവുന്നതേ ഉള്ളൂ എന്നവൾ മനസ്സിലോർത്തു. രാവിലെ ഓഫീസിലെ തിരക്കും രാത്രി സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസ്സുമെല്ലാമായി ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഞായറാഴ്ചയെങ്കിലും വെറുതെ ഇരിക്കണമെന്ന് കരുതിയ അതിഥിയെ നിർബന്ധിച്ച് സാക്ഷി ഷോപ്പിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി. ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന ഷോപ്പിംഗ് സ്ഥലമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ബാംഗ്ലൂരിൽ വരുന്ന ഒരുവിധം എല്ലാവരും ഇവിടെയാണ്. കയറാതെ പോകാൻ ഇടയില്ല. അതിനുള്ളിൽ കയറിയാൽ തിരിച്ചുള്ള വഴി കണ്ടുപിടിക്കാൻ പാടാണ്. അത്രയ്ക്ക് ഇടവഴികളും ഷോപ്പുകളും ഉണ്ട് ഇവിടെ. അശ്വിനിക്കും സാക്ഷിക്കും ഇവിടെ വന്ന് നല്ല ശീലമായതിനാൽ അതിഥി അവരുടെ കൈപിടിച്ച് പിറകെ നടന്നു. ഏറ്റവും വിലക്കുറവും നല്ല വിലയുള്ളതുമായ ഐറ്റംസ് ഇവിടെ കിട്ടും. സാക്ഷി അതിഥിക്ക് ഓഫീസിലിടാൻ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഒരു കടയിൽ ഡിസ്പ്ലേക്ക് വെച്ച ഉടുപ്പ് അതിഥിക്ക് നന്നേ ബോധിച്ചു. അശ്വിനിയുടെ കൈവിട്ട് അവൾ അതിൻ്റെ വില നോക്കാൻ ഓടിപ്പോയി. റേറ്റ് കണ്ട് അന്തം വിട്ടു നിന്ന അതിഥിയെ സാക്ഷി പറയാതെ പോയതിന് ചീത്ത പറഞ്ഞ് അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി. സാക്ഷിക്ക് മോതിരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവിടെ കണ്ട എല്ലാ കടയിലും കയറി മോതിരം ഇട്ട് നോക്കി. ഒട്ടുമിക്കതും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. മോതിരമിടാൻ വിരലിൽ സ്ഥലമില്ലാതായപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ടിൻ്റെ മോതിര ഊരി അതിഥിയുടെ ബാഗിലിട്ടു. ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിച്ച സാക്ഷിയെ അവർ ഒരുവിധം പിടിച്ചു നിർത്തി. പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വൈകുന്നേരമായപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചത്. ഷോപ്പിങ്ങും കറക്കവും എല്ലാം കഴിഞ്ഞ് അതിഥി റൂമിലെത്തിയപ്പോഴേക്കും രാത്രിയായി. കുളി കഴിഞ്ഞ് അവർ ഡയറി എടുത്തു. 14/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, ഈ നഗരത്തിൽ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒപ്പമിരിക്കാൻ ഇത്രയും പേർ കൂടെയുണ്ടായിട്ടും എന്താണ് ഇത്രമേൽ ഏകാന്തത എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. ഓഫീസിൽ ആദ്യവും ശക്തിയുമൊക്കെ നല്ല കൂട്ടാണ്. ഹോസ്പിറ്റലിലും വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ എനിക്കാരെയും വിശ്വസിക്കാനോ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ കഴിയാത്ത പോലെ. അവരെന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. സ്നേഹിക്കുന്നവരൊക്കെ ഒരിക്കൽ പുതിയ തുരുത്ത് തേടി പോകുമെന്ന് എനിക്കുറപ്പാണ്. അന്നുണ്ടാവുന്ന ശൂന്യതയെ നികത്താൻ കഴിയില്ലെന്ന് പേടിച്ചിട്ടാകാം ഒരുപക്ഷെ ഞാനിങ്ങനെ. അല്ലെങ്കിൽ നീ വന്ന് കൈപിടിക്കുമ്പോൾ അവസാനിപ്പിച്ച് ഇറങ്ങി വരാൻ പാകത്തിലുള്ള ബന്ധങ്ങൾ മതിയെന്ന് തോന്നലാകാം. അറിയില്ല. പിന്നെ എന്നത്തെയും പോലെ അമ്മയുമായി കഴിഞ്ഞ ആഴ്ച വഴക്കായിരുന്നു. എനിക്കറിയില്ല എന്താണ് അമ്മ ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കാത്തതെന്ന്. പുതിയൊരു നഗരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ വിട്ടുവീഴ്ചകളെക്കുറിച്ച് ഒരിക്കൽ പോലും അമ്മയോ അച്ഛനോ ചോദിച്ചിട്ടില്ല. അവർക്ക് ഫാമിലി ഗ്രൂപ്പിൽ നിന്നും ഞാൻ ലെഫ്റ്റ് അടിച്ചതാണ് വലിയ കാര്യം. മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ അവർക്ക് നമ്മളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചൂടെ? താമസവും ജോലിയും ശരിയായാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി എന്നാണോ? നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടോ ദേവ്? വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും 1000 ചോദ്യങ്ങളാണ് മനസ്സിൽ. ജോലി ചെയ്ത് ജീവിക്കുക എന്നതിൽ പരം എനിക്കിനി ജീവിതത്തിൽ വേറെ ചെയ്യാനൊന്നുമില്ലേ? ഇത്രയും കാലമുണ്ടായ ജീവിതം മുഴുവൻ ഈ ഒരു പോയിന്റിൽ വന്ന് അനങ്ങാതെ നിൽക്കുന്ന പോലെ തോന്നുന്നു. നേടാനും പൂർത്തിയാക്കാനും ഇനിയൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നടക്കേണ്ടത്? എനിക്കിപ്പോൾ തന്നെ മടുത്തു തുടങ്ങി. എല്ലാ മനുഷ്യർക്ക് ഇങ്ങനെ തന്നെ ആകുമോ? മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഒരേപോലെ സമ്പാദിക്കുന്നു, ചിലവഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വീണ്ടും ഇത് തന്നെ. നിനക്ക് എൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടോ? എൻ്റെ അലക്ഷ്യമായ ചിന്തകളിൽ ഞാൻ നിന്നെ ഒരുപാട് പിടിച്ചിരുത്തുന്നില്ല. ഹോസ്റ്റലിൽ വേറെ ഒരു മലയാളി കുട്ടിയെ കൂടെ പരിചയപ്പെട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അവർ പ്രണയത്തെ ചേർത്ത് വയ്ക്കുന്നതെന്ന്. ഇഷ്ടപ്പെടുന്ന ആൾ ചെയ്യുന്ന എല്ലാത്തിനെയും സ്നേഹത്തിൻ്റെ നിറം നൽകി സ്വയം തെറ്റുകാരിയായി അവനെ ന്യായീകരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു?
അവൾ പണ്ട് ആരോടൊക്കെ സംസാരിച്ചാലും അത് ചികഞ്ഞു നോക്കാനോ അത് കാരണമായി കണ്ട് അവളെ കുറ്റപ്പെടുത്താനോ ലോകത്തൊരാൾക്കും അർഹതയില്ലെന്നും മറ്റൊരാളുടെ സ്വകാര്യതയിൽ പോലും കൈകടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിന് പ്രണയമെന്ന് വിളിക്കരുതെന്നും ഞാൻ എങ്ങനെയാണ് അവളോട് പറയേണ്ടത് ദേവ്? പ്രണയം ഒരു തരം കൺകെട്ട് കളിയാണ്. ചുറ്റുമുള്ള സ്നേഹത്തിന്റെ ശബ്ദങ്ങൾ മാത്രം തേടി നടന്ന് ഒടുവിൽ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ ബാക്കിയാവുന്നത് കനത്ത ഇരുട്ടും സ്വയം നഷ്ടപ്പെടുത്തിയ നമ്മളും മാത്രമാകും. എനിക്കാരെയും തേടി പോകേണ്ട. ഞാൻ ഇവിടെ എൻ്റെ ഈ ചെറിയ ലോകത്ത് കാത്തിരുന്നോളാം. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നീ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രതീക്ഷയോടെ അതിഥി. എന്താണ് ഇന്ന് രാവിലെ തന്നെ പതിവില്ലാത്തൊരു സന്തോഷം? ഇസ്തിരി പെട്ടിയെടുക്കാൻ റൂമിൽ വന്ന അശ്വിനിയെ സംശയത്തോടെ നോക്കി സാക്ഷി ചോദിച്ചു. ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണല്ലോ. നിനക്കിപ്പോൾ പുതിയ റൂംമേറ്റ് വന്നതിൽ പിന്നെ എന്നെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് തോന്നതാണ്. സാരമില്ല, അടുത്ത ആഴ്ച ഇവൾ റൂം മാറുമ്പോൾ നീ എൻ്റെ അടുത്ത് തന്നെ വരണം കേട്ടോ, അശ്വിനി ലേശം ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സാക്ഷിക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടം. താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി മുടിക്കെട്ട് കൊണ്ടിരുന്ന അതിഥി അശ്വിനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അതിഥി, നീ ഒന്നും മിണ്ടാതിരിക്കരുത്. ഇത് അവൾ വിഷയം മാറ്റുന്നതാ. ഞാൻ ഇവളെ കാണാൻ തുടങ്ങിയിട്ട് വർഷം 2 നീ പറ, എന്ത് ലോട്ടറിയാണ് അടിച്ചത്? ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അശ്വിനിയെ വീണ്ടും റൂമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് സാക്ഷി ചോദിച്ചു. ഒരു ചെറിയ ലോട്ടറി അടിച്ചെന്ന് കൂട്ടിക്കോ. എൻ്റെയും ഗണേഷിൻ്റെയും കാര്യം വീട്ടിൽ സമ്മതിച്ചു. അടുത്ത മാസം നിശ്ചയം നടത്താമെന്ന് പറയുന്നേ. ഓ മൈ ഗോഡ്, ഇത്ര അടിപൊളി ന്യൂസ് ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാത്തത്? സാക്ഷി അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മവച്ചു. കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും അശ്വിനിക്ക് കല്യാണം ഉറപ്പിച്ചെന്ന് മനസ്സിലായപ്പോൾ അതിഥിക്കും സന്തോഷമായി. എനിക്കെല്ലാം വിശദമായി കേൾക്കണം. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വേഗം വന്നേക്കണം. നമുക്ക് പുറത്തു പോകാം. നിന്റെ ചിലവാണ്. അതെല്ലാം ചെയ്യാം, പക്ഷേ ഇന്ന് പറ്റില്ല. വൈകുന്നേരം ഗണേഷ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ദിവസമില്ലല്ലോ. ഒരുക്കങ്ങളൊക്കെ ഒരുപാടില്ലേ? കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ നിന്നെ കാണാൻ കിട്ടാതെയായല്ലോ. ശരി, എല്ലാം വേഗം സെറ്റാക്കി ഫ്രീ ആയിട്ട് നമുക്ക് പോകാം. പോകാൻ നേരം സാക്ഷി ഒന്നുകൂടി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിനിയുടേത് ലവ് മാരേജ് ആണോ? അവൾ പോയപ്പോൾ അതിഥി ചോദിച്ചു. ലവ് ആണോന്നോ? 9 വർഷത്തെ മുടിഞ്ഞ പ്രേമമാണ്. 9 വർഷമോ? അതിഥിക്ക് വിശ്വസിക്കാനായില്ല. അവളെ കണ്ടാൽ പറയില്ല കേട്ടോ പ്രണയമുണ്ടെന്ന്. ഈ പ്രണയമുള്ളവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? സാക്ഷി ചോദിച്ചു. അതല്ലടോ, അവളങ്ങനെ ഫോൺ വിളിച്ച് നടക്കുന്നതൊന്നും കാണാറില്ല. അവന്റെ വീട് ഇവിടെ അടുത്താണ്. അവർ എപ്പോഴും കാണാറുണ്ട്. പിന്നെ പ്രണയം മാത്രമാണോ ജീവിതം? അവൾക്ക് വേറെയും കാര്യങ്ങളില്ലേ? പയ്യൻ എങ്ങനെ, അടിപൊളിയാണോ? ഈ 9 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവൾ 17 വയസ്സിൽ പ്രേമിച്ചു തുടങ്ങിയോ? ഇല്ല, അവർ കോളേജ് റൊമാൻസ് ആണ്. അപ്പോൾ അശ്വിനിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അതിഥിക്ക് വീണ്ടും സംശയം. ഇപ്പോൾ 20-29 ആയി കാണും. നീ എന്താ അവൾക്ക് വേറെ കല്യാണം നോക്കുന്നുണ്ടോ? സാക്ഷി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ അമ്മേ, 29 വയസ്സോ? ഞാൻ കരുതി അവൾക്ക് എൻ്റെ പ്രായമാണെന്ന്. കുഞ്ഞു കുട്ടിയെ പോലെ ഇരിക്കുന്നു. അപ്പോൾ നിന്നേക്കാൾ മൂത്താണല്ലേ? കണ്ടാൽ പറയില്ല കേട്ടോ. എന്നെ കണ്ടാൽ അപ്പോൾ പ്രായം തോന്നിക്കും എന്നല്ലേ? സാക്ഷി മുഖം ചുളിച്ചു. അതെ, നിന്നെ പെട്ടെന്ന് കണ്ടാൽ ഒരു 10-30 പറയും. പിന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു 35, അതിൽ കൂടുതൽ പറയില്ല. ആണോ? എന്നാൽ നിങ്ങൾ പ്രായം കുറഞ്ഞവർ തന്നെ വന്ന് ഇത് കട്ട് ചെയ്തേക്ക്. എനിക്ക് വയസ്സായി, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിഥിക്ക് കൊണ്ടുപോകാൻ ആപ്പിൾ തോൽ കളഞ്ഞുകൊണ്ടിരുന്ന സാക്ഷി അത് ടേബിളിൽ വെച്ച് മുഖം വീർപ്പിച്ച് മെസ്സിലേക്ക് നടന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സാക്ഷിയെ ദേഷ്യം പിടിപ്പിക്കാൻ അതിഥിക്ക് നല്ല ഇഷ്ടമാണ്. ദേഷ്യം വരുമ്പോൾ അവളുടെ മുഖമെല്ലാം ആപ്പിൾ പോലെ ചുവന്നു തുടക്കും. അവൾക്ക് നേപ്പാളി ചായയുണ്ട് എന്നുകൂടെ പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് മിണ്ടാതെ ഇരിക്കാൻ വേറെ കാരണങ്ങൾ വേണ്ട. അതിഥി ആപ്പിൾ കട്ട് ചെയ്ത് ബാഗിലേക്ക് മെസ്സിലേക്ക് ഓടി. ബ്രെഡും ഓംലെറ്റുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ശുദ്ധ വെജിറ്റേറിയൻ ആയതിനാൽ ബട്ടറും കിട്ടി. പാൽ ചായയിൽ മുക്കി ബ്രെഡ് കഴിച്ചുകൊണ്ടിരുന്ന സാക്ഷിക്ക് അടുത്ത് വന്നിരുന്ന് അതിഥി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. അശ്വിനി എന്താ ഇത്രയും വൈകിയേ കല്യാണം കഴിക്കാൻ? അവർ 2 പേരും കാസ്റ്റ് വേറെയാണ്. അവൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവളുടെ വീട്ടിൽ നല്ല വാശിയായിരുന്നു. അവർ ഇവളെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനെല്ലാം ശ്രമിച്ചു. പക്ഷേ ഇവളാണെങ്കിൽ കെട്ടുവാണെങ്കിൽ ഇവരെ മാത്രം, അല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഇരിപ്പിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞാലും ഇവർ താനെ തെറ്റിപ്പിരിയുമെന്ന് വീട്ടുകാരെ കരുതി. പിന്നെ ഇവർക്കിപ്പോൾ 29 വയസ്സ് കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു കാണും. കൊള്ളാല്ലേ, അടിപൊളി. നമുക്ക് പോകാട്ടോ അവളുടെ കല്യാണത്തിന്. നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുമ്പോൾ സത്യത്തിൽ ആളുകൾക്കിടയിൽ ഇവിടെ യൂണിറ്റിയുള്ള ഒരേയൊരു കാര്യം ജാതിമത ഭ്രാന്തിലാണ്. അതിഥി ഒരു പുതിയ കണ്ടെത്തൽ എന്നതുപോലെ പറഞ്ഞു. കേരളത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതിയും മതവുമൊക്കെ ഉണ്ടോ? സാക്ഷി സംശയത്തോട് ചോദിച്ചു. ജാതിയും മതവുമൊന്നും പറയാത്ത, അമ്പലത്തിൽ പോകാത്ത, പക്ഷേ സ്വന്തം മക്കളുടെ കല്യാണക്കാരി വരുമ്പോൾ മാത്രം അവർ നമ്മുടെ കൂട്ടരാണോ എന്ന് ചോദിക്കുന്ന, ജാതകത്തിൽ 10-ൽ 8 പൊരുത്തമില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കേരളത്തിലുമുണ്ട്. അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എപ്പോഴാ എന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നേ? ഞാൻ എന്തായാലും അധികകാലം ഇവിടെ കാണില്ല. പെട്ടിയും എടുത്ത് പോകുമ്പോൾ നീയും കൂടെ പോരൂ. നീ പോകണ്ട, കുറേ കാലം കഴിഞ്ഞ് പോയാൽ മതി. നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. സാക്ഷിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിഥിയെ നന്നായി ബോധിച്ചു. രാത്രി ഞാൻ വരാൻ വൈകിട്ടോ. ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി. ഓഫീസിലേക്ക് പോകുന്നതിനിടെ അതിഥി പറഞ്ഞു.
ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടക്കവേ റിസപ്ഷനിലുള്ള പെൺകുട്ടി റോസാപ്പൂവും ഡയറി മിൽക്കും കൊടുത്തപ്പോഴാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു. കാര്യമായ പ്രണയങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും ആ ദിവസം ഒരു പ്രതീക്ഷയാണ്. ഇനി നമ്മളറിയാതെ നമ്മെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ദിവസം റോസാപ്പൂവും ഗ്രീറ്റിംഗ് കാർഡുമൊക്കെയായി വന്ന് പ്രൊപ്പോസ് ചെയ്താലോ എന്നൊരു ദുരാഗ്രഹം. പക്ഷേ അവളുടെ വാലന്റൈൻസ് ദിനങ്ങൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഫാൻസികൾ കയറിയിറങ്ങി അവരുടെ പയ്യന്മാർക്ക് വേണ്ടി കീ ചെയിനും കാർഡും സെലക്ട് ചെയ്ത് അത് കൈമാറുമ്പോൾ ടീച്ചർ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ നൽകാൻ കാവൽ നിന്ന് കടന്നുപോയി. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. എന്തുകൊണ്ടാണ് സ്കൂൾ കാലങ്ങളിൽ ആരും തന്നോട് വന്ന് പ്രണയം പറയാത്തതെന്ന് ആലോചിച്ച് ഇടയ്ക്ക് അവൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. വെളുത്തു തുടുത്ത നീണ്ട മുടിയുള്ള ആണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും തനിക്കില്ലാതെ പോയതിൽ ഇടയ്ക്ക് അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾക്കിപ്പുറം പല പ്രണയങ്ങളും കടന്നു വന്നപ്പോൾ പ്രണയമെന്നാൽ സന്തോഷം മാത്രമല്ലെന്ന് തിരിച്ചറിവുണ്ടായി. ആദ്യ നാളത്തെ അടക്കാനാവാത്ത സന്തോഷങ്ങൾക്ക് പകരമായി ചിലപ്പോൾ ജീവനും ജീവിതവും തന്നെ നഷ്ടമാക്കേണ്ടി വരുന്ന പ്രണയങ്ങളും ഒരുപാടുണ്ട്. ഓരോന്ന് ആലോചിച്ച് ഡെസ്കിലേക്ക് നടക്കവേ റെഡ് ഷർട്ടിട്ട് ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്ന ആദ്യയെ കണ്ടതും അവൾക്ക് ചിരി വന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യ. ആരെ പ്രൊപ്പോസ് ചെയ്യാനാണാവോ ഒരുങ്ങിക്കെട്ടി വന്നേക്കുന്നേ? അവൻ്റെ അപ്പുറത്തിരുന്ന ശക്തിയുടെ കസേരയ്ക്ക് പിറകിൽ കയ്യൂന്നി അവൾ ചോദിച്ചു. എൻ്റെ പൊന്നോ, ഒന്നും മിണ്ടാതിരിക്കോ, ഒരു കയ്യബദ്ധം പറ്റി. ഞാൻ അറിഞ്ഞില്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന്. ഇതിപ്പോൾ രാവിലെ തൊട്ട് എല്ലാവരും ഞാൻ ആരെയാണ് പ്രൊപ്പോസ് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുക. മച്ചി, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? റിസപ്ഷനിൽ നിന്ന് പൂവും കിട്ടി. നീ ചുമ്മാ ആർക്കാലും കൊടുത്തു നോക്ക്. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? ഇനി അവർ പൂ വാങ്ങി നേരെ മുഖത്തെറിഞ്ഞാൽ നീ അത് ഇവൾക്ക് കൊടുക്ക്. ഇവൾ വാങ്ങി വെച്ചോളും അല്ലേ? ശക്തി അതിഥിയെ നോക്കി ചോദിച്ചു. ഹാ പിന്നല്ല, നീ ധൈര്യമായി എനിക്ക് തന്നോടാ, ഞാൻ മേടിച്ചോളാം. അതിന് നല്ലത് ഞാൻ വല്ല ട്രെയിനിന് തലവെക്കുന്നതാ. ആദ്യം ബാക്കിയുണ്ടായ ചായ കുടിച്ച് ID കാർഡ് എടുത്ത് ഡെസ്കിലേക്ക് നടന്നു. അഹങ്കാരത്തിന് കൈയും കാലും തലയും വെച്ചാൽ ഇവനെ പോലെ ഇരിക്കും. മച്ചാ, ഞാൻ എന്താ അത്ര മോശമാണോ? സൗന്ദര്യമില്ലേ, ബുദ്ധിയില്ലേ? ഇതിൽ കൂടുതൽ ഇവന് എന്താണ് വേണ്ടത്? അവൻ്റെ പിറകെ ഡെസ്കിലേക്ക് നടന്ന ശക്തിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒരു കുറവുമില്ല മച്ചാ, എല്ലാം കൂടുതലാണെന്ന് ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ലഞ്ചുക്ക് പാക്കല. ശക്തി ചിരിച്ചുകൊണ്ട് കൈവീശി. കഥ തുടരും.